ഇന്ന് 2 3 4 മൂന്നെണ്ണം. ഇത് ചന്തേരി, ഇതും ചന്തേരി, ഇത് മംഗൽഗിരി, ഇത് നമ്മുടെ ടെമ്പിൾ ബോർഡർ ആണ്. മഹേശ്വരി മംഗൽഗിരി ടൈപ്പിൽ വരുന്നത്. ബോഡി ചന്തേരിയാണ്, പക്ഷെ ആ ബോർഡേഴ്സിന് ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് അല്ലേ. ത്രെഡ് വോവൺ ബോർഡേഴ്സ് ആണ്, ബാക്കി രണ്ടും ജെറി ബോർഡേഴ്സ്. നമുക്കിത് ഞാൻ ആക്ച്വലി മടക്കി വെച്ചിരുന്നപ്പോഴത്തേക്ക് തുള്ളിച്ചാടി ഓടിപ്പോയി എടുക്കുമായിരുന്നു സാരി ആണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗി. ആക്ച്വലി ഇതുപോലത്തെ ഒരു സാരി നമുക്ക് ഉണ്ടായിരുന്നല്ലോ പല്ലുവിന്റെ പോർഷനില്. നോക്കാം. ഇതിനെല്ലാം സറ്റൂൺ ഫാബ്രിക്കിന്റെ ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. അതും റയോൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള. അതിനകത്ത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എല്ലാത്തിനും പ്രിന്റഡുവാ. അതെ. ഇപ്പം നോർമലി ഇങ്ങനത്തെ സെറ്റ്സിനെല്ലാം പ്ലെയിൻ ബോട്ടംസ് അല്ല വരുന്നത്. അതിന് പകരം ഇതെല്ലാം അതിൻ്റെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടംസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ടോൺ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കിന്റെ ഡിഫറൻസ് കൊണ്ടുള്ള ടോൺ വേരിയേഷനാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് എന്തായാലും ഓപ്പൺ ചെയ്ത് കാണാം. ഇത് ഗൗരിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട സാരി ഇതേ RPയുടെ 1799 സാരി ഗൗരി എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനിത് ഇഷ്ടപ്പെട്ടത് കാരണം ആദ്യം തന്നെ എടുത്ത് വെച്ചു. കണ്ടോ, ഒരാളൊരു ചെറിയ കാര്യത്തിന് പോയിട്ടോ. നമുക്ക് എന്തായാലും ബാക്കിയൊന്ന് കണ്ടിന്യൂ ചെയ്ത് കാണാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിനകത്ത് ബേസ് കളറിൽ നല്ല റൗണ്ട് പേസ്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫുള്ള് ആ ഒരു നമ്മുടെ ട്രഡീഷണൽ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. ചന്തേരിയിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയും വിസ്കോസിൽ വന്നിട്ടുള്ള ബോട്ടവും ഇതാണ് എൻ്റെ. എനിക്കിതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ ആ ഒരു കളേർഡ് ബോർഡർ വരുന്ന പോർഷൻ നമ്മൾ യൂസ് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. നമുക്കിപ്പം ഒരു സ്ലീവ്സിന് കൊടുക്കാനാണെങ്കിലോ ഹെം ലൈനിൽ കൊടുക്കാനാണെങ്കിലോ ഒക്കെ ഒന്ന് പാച്ച് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യണം. കാരണം ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ കളർ കോമ്പിനേഷൻ അവിടെ വരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ലുക്ക് വരുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ആൻഡ് ഇത് ഏകദേശം ഒരു 3499 റേഞ്ചിൽ വന്നിരിക്കുന്നതാണ്. എല്ലാ കളക്ഷൻ 3499 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ നമുക്ക് ആ ഒരു ത്രെഡ് ബോർഡർ വരുന്ന ലുക്കൊന്ന് കാണാം. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇതാണ് ബ്ലോക്ക് പ്രിന്റഡ് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. സോ ദിസ് ഇസ് ദി ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. അതിനകത്തും ബോർഡർ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെയും പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം വിട്ടാണല്ലോ. നമ്മൾ ഹെം ലൈനിന് വേണ്ടി മാത്രം പ്ലേസ് ചെയ്തേക്കുന്ന അല്ലാത്തത് കൊണ്ട് ഇത്രയും വിട്ട് വരുന്നുണ്ട് നമുക്കിതിനകത്ത്. ടോപ്പാക്കണമെങ്കിലും ആക്കാം കേട്ടോ. ഇത്രയും വിട്ട് വരുന്ന കാരണം നമുക്കതിന് ഈ ഒരു സൈഡ് പാനലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും നല്ലതായിരിക്കും. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ടെമ്പിൾ ത്രെഡ് വോവൺ ബോർഡർ ആൻഡ് സിഗ്സാഗ് പാറ്റേൺ വിത്ത് ആഞ്ചൽ പോർഷൻ ടോപ്പിൻ്റെ അതേ ഒരു പ്രിൻറ്റുമായിട്ടാണ് വരുന്നത്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ലുക്ക്. ആൻഡ് ദെൻ കുറച്ചും കൂടി ആ ഒരു പോട്രി ബ്ലൂവിന് ആ ടോണും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ വൈറ്റ് വരുമ്പോഴേ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വരത്തുള്ളൂ. ഇത് നമ്മുടെ ജയ്പൂരി പ്രിൻസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ വിത്ത് ബോർഡർ. ഇത് നമുക്ക് ചന്തേരി ബോർഡറാണ്. ചന്തേരി ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് സ്മോളർ പ്രിൻസിൽ വന്നിട്ടുള്ള ദുപ്പട്ട. സെയിം ദുപ്പട്ടയുടെ പ്രിൻ്റ് തന്നെയാണ് എല്ലാത്തിൻ്റെ അകത്തും ബോട്ടത്തിനകത്ത് വരുന്നത്. ഇതാണ് അതിൻ്റെ. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. സെയിം ലുക്ക്. പിന്നെ ലാസ്റ്റ് കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ലുക്കാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയാം. എനിക്ക് ഈ ഷെയ്ഡ് ഞാനിങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ പലരെയും കാണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു യെല്ലോ ടോൺ. സോ ദിസ് ലുക്ക് ആൻഡ് സെയിം മെറ്റീരിയൽ തന്നെയാണ്. ആ ഒരു സറ്റൂൺ വിസ്കോസ് ഇതിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റെ ഇതിനകത്ത് ദുപ്പട്ട വരുന്നത് ഇതാണ്. മൊത്തം ലുക്ക് എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ടോപ്പിനെ കുറച്ച് ന്യൂട്രൽ ആക്കുന്ന രീതിയിലുള്ളൊരു ദുപ്പട്ടേൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നല്ല രസമുള്ളൊരു കളക്ഷനാണ്. എല്ലാം വളരെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഡേ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഈവൻ ഇഫ് യു ഗോയിങ് ടു എ പ്ലേസ് വിച്ച് ഇസ് ലൈക്ക് അൺകംഫർട്ടബിൾ ക്ലൈമറ്റ് വൈസ് ഒക്കെ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ വരുന്ന കുറച്ച് ചൂടൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സുഖമായിട്ട് നമുക്കൊരു കോട്ടൺ ലൈനിങ് ഇട്ട്
ക്ലാസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമുക്ക് ആ ഒരു കംഫർട്ട്, നമുക്ക് ക്ലോത്ത് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു കളക്ഷനാണ്. 3499 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. 2 വെരി ട്രെൻഡിങ് കളേഴ്സ്. എല്ലാ പ്ലാറ്റ്ഫോംസിനകത്ത് നമുക്ക് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലുക്കിൻ്റെ കൂടെ ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ വെരി കംഫർട്ടബിൾ കോട്ടൺസ് വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് കോട്ട് സെറ്റ് വിച്ച് ഇസ് എവറി വൺസ് ഫേവറേറ്റ് റൈറ്റ് നോ. നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കോട്ട് സെറ്റ്സ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ബേസിക്കലി ബിക്കോസ് നമ്മൾ ആദ്യം വെച്ച് കഴിഞ്ഞാൽ ടോപ്സും ബോട്ടംസും ആയിട്ട് പെയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ആൻഡ് പിന്നെ ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് ഡൺ. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു ആർ ഓൾറെഡി ലുക്കിംഗ് സ്മാർട്ട് വെയറിങ് വൺ ഓഫ് ദോസ് കോട്ട് സെറ്റ്സ്. അപ്പോൾ നമുക്ക് 2 ലുക്കാണ്, 2 കളേഴ്സിൻ്റെ അകത്ത് സെയിം ലുക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഗോട്ട്സ് ബ്യൂട്ടിഫുൾ മിറർ ഡീറ്റെയിലിംഗ്. ഒരു ചെയിൻ സ്റ്റിച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന നെക്ക് ലൈൻ ആണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ട് മിറർ വർക്കാണ് ചെയ്തേക്കുന്നത്. വി നെക്ക് ലൈനിൽ അത്യാവശ്യം നല്ല മോഡസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്കാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് എ ലൈൻ പാറ്റേണിൽ കട്ട് ചെയ്തേക്കാണ്. നോ സ്ലിറ്റ് ആൻഡ് പോക്കറ്റ് വരുന്നുണ്ട്. നോട്ട് ടു ഡീപ്പ്. നമുക്ക് ലിപ്സ്റ്റിക്കോ കീസോ അങ്ങനെയൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ്സാണ് അതിനകത്ത് വരുന്നത്. ആൻഡ് ബോട്ടം ഇത് കേംബ്രിക് കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. ബോട്ടത്തിൻ്റെ അകത്ത് നമുക്ക് ഇത് സ്ലൈറ്റ്ലി ഇല്ല സ്ട്രെയിറ്റ് ഫിറ്റിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ടേപ്പേർഡ് എന്ന് പറയാൻ പോവുമായിരുന്നു, പക്ഷേ സ്ട്രെയിറ്റ് ഫിറ്റിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടമാണ്. ആൻഡ് ഇതിനകത്ത് ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡാണ് വരുന്നത്. 1599 റേഞ്ചിൽ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന ലുക്കാണ്. ഒന്നൊരു വയലറ്റ് ഷെയ്ഡിൻ്റെ അകത്ത്, പിന്നെ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ഒരു ലെമൺ ഗ്രീൻ ടോണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഷെയ്ഡിൻ്റെ അകത്തുമായിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. NCFൻ്റെ കോഡിലാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ഇപ്പോഴത്തെ ട്രെൻഡിങ് സാരീസ് ഏതാ ഉള്ളത്? ഇപ്പം ഒത്തിരി ഡിഫറെൻറ്റ് സാരീസ് കാണുന്നുണ്ടല്ലോ. അതിലേറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാ? ക്രഷ് ടിഷ്യൂ സാരീസ്. ക്രഷ് ടിഷ്യൂ സാരീസിനകത്ത് പെയിൻറ്റഡ് ലുക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി ലുക്കും ഇപ്പോൾ ഒത്തിരി പേര് പ്രിഫറൻസിൽ വരുന്നുണ്ട്. ഓർഗൻസ ക്രഷ് ടിഷ്യൂസിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാൽ ടിഷ്യൂവിൻ്റെ ആ ഒരു ലുക്ക് അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്, എന്നാൽ ജെറി ലൈൻസും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഡിഫറെൻറ്റ് സാരീസ് അതാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അവൈലബിൾ ആക്കുന്നത്. ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സൽവാർ സെറ്റും ഒരു ഗ്രേ ആണ്, എങ്കിലും ആ ഗ്രേയിൽ നിന്നും ഒരു ഇച്ചിരിയും കൂടെ ആഷ് ഗ്രേ കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ക്രോഷ്യോ ലേസും എംബ്രോയിഡറി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു സാരി. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ലോവർ എൻഡിൽ കണ്ടോ ബോർഡേഴ്സിൽ വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. പെയിൻറ്റഡ് ആണോ അതെയോ എംബ്രോയിഡറി ആണോ എന്ന് നമുക്ക് കൺസേൺ തോന്നുന്ന രീതിയിൽ അത്രയ്ക്ക് ഫൈനായിട്ടുള്ള ഫിനിഷിങ്ങിലാണ് എൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത്. ബേൺഡ് പീച്ചിൻ്റെയും ബേൺഡ് ബ്രൗണിൻ്റെയും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഗ്രേയിഷ് ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻസിലാണ് ഇത് ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ അതേ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, സാരി ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലുക്ക് ഇത് ഇങ്ങനെയാണ് ഉണ്ടോ. ആ ഒരു സട്ടിൽ ഗ്ലേസും അന്ന് ആ ഒരു റിച്ച്നെസ്സും എലിഗൻസും ഒക്കെ ആ ഒരു പാത്തിൻ്റെ കൂടെ തന്നെ പോകുന്നൊരു സാരിയാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാം. പിന്നെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ നല്ല ഭംഗിയായിട്ടാട്ടോ നിൽക്കുന്നത്. ഞാനത് ജസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, ഞാനത് ജസ്റ്റ് പിടിച്ചിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് 1 ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. RGD എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എംബ്രോയിഡറി ഡീറ്റെയിൽസ് ഒന്നും കൂടെ ക്ലോസറിൽ കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് എൻ്റെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെയും കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ക്രഷ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫുള്ളായിട്ട് ജെറി ചെക്സ്, ക്ലോസറിൽ ഇങ്ങനെ പിടിച്ചാലായിരിക്കും കാണാമല്ലോ, ജെറി ചെക്സ് കാണാവോ? ജെറി ചെക്സ് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാനും പറ്റും. അപ്പം ഈ സാരി എല്ലാം ഇച്ചിരി ഒരു എക്സ്പെൻസീവ് പ്രീമിയം കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് RGD 590 19,199 ആണ്. അപ്പം ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ക്രോഷ്യോ ലേസ് ഒരു 1/2 to 3/4 ഇഞ്ച് വിടുത്ത് വരുന്ന ക്രോഷ്യോ ലേസുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ ക്രഷ്ഡ് ഓർഗൻസയുടെ തന്നെ ബ്ലൗസ് അല്ല കൊടുത്തിരിക്കുന്നത്. ചിനിയ സിൽക്കിൽ വന്നിട്ടുള്ള ബനാറസി ബൂട്ടാസ് വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. 19,179 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാരി ഇതാട്ടോ. ആൻഡ് സെക്കൻഡ് വൺ വന്നേക്കുന്നത് ഇതേപോലെ തന്നെ എന്നാൽ ഇച്ചിരിയും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു സാരിയാണ്. ഈ സാരിയിൽ ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തേക്കുന്നത് കാരണവും കട്ട് വർക്ക് കൊടുത്തേക്കുന്ന കാരണവും ഭയങ്കരമായിട്ട് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇതുണ്ടോ,
സാരി ഫുള്ളായിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതിപ്പം നേവി ബ്ലൂ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിച്ചിരി കൺസേൺ തോന്നും. ആക്ച്വലി ഇത് നല്ല ഡാർക്ക് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കൂടെ ഗോൾഡൻ കളറിലുള്ള ടിഷ്യൂ വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ ജെറിയിലെ ടിഷ്യൂ വീവിങ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ മൂവ് പിങ്കിൻ്റെയും പേസ്റ്റൽ ഒലിവിൻ്റെയും ഒണിയൻ പിങ്കിൻ്റെയും ഒക്കെ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. ആ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് ഈ സാരീനെ ഏറ്റവും ഡിഫറെൻ്റ് ആക്കുന്നത്. ആൻഡ് എഡ്ജ് പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു കട്ട് വർക്ക് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാരിയുടെ ആ യുണീക്നെസ് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ 1 ലെയർ ഇടുമ്പോൾ സാരി പ്ലെയിനായി പോകാൻ പാടില്ലല്ലോ. ബോഡിയിൽ മുഴുവനായിട്ട് ഡയഗണലായിട്ട് ഗോൾഡൻ കളറിലെ പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സാരിയുടെ മുന്താണിയുടെ പോർഷൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. പിന്നെ ഇനി ജഗൻ ഒന്ന് ക്ലോസറിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ബ്ലൂ ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബോഡിയിൽ ഫുള്ളായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ ഡയഗണൽ ലൈൻസും അതുപോലെ തന്നെ ഡോട്ട്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സാരി ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ചെറുതായിട്ട് ആ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് കാണാൻ തോന്നും. അപ്പോൾ ആ ഒരു ഫീലാണ് അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് കൊടുത്തേക്കുന്നത്. നേവി ബ്ലൂ കളറാണ് സാരിയുടെ കളറ്. നമ്മൾ ഇപ്പം ഈ വാം ലൈറ്റിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ഡേ ലൈറ്റിൽ പോയി കാണിക്കുകയും ചെയ്യാം. ഞാൻ പ്ലീറ്റ്സും കൂടി എടുത്ത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. എന്താണ് ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഡേ ലൈറ്റിൽ നിന്ന് ചെയ്യാം. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് എത്രമാത്രം അതിന് ഫ്ലാഷി ആണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാനും പറ്റും. അപ്പം അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്രയും ബ്രൈറ്റ് ലുക്കിനകത്ത് കറക്റ്റായിട്ട് നിൽക്കുന്ന ബനാറസി ചിനിയ ഫാബ്രിക്കിനകത്ത് ബനാറസി ബൂട്ടാസ് വന്നേക്കുന്നതാണ്. ഇത് പവർലൂം ഫാബ്രിക്കിലാണ് ടച്ച് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പം ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഈവനിങ് റിസപ്ഷൻ പോലത്തെ ഫങ്ഷൻസിന് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബ്യൂട്ടിഫുൾ ഓപ്ഷനാണ് അഹത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. www.aham.store. പേസ്റ്റൽ ടച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗ്രേ ഓപ്ഷൻ വിത്ത് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, അല്ല ഡാർക്കറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നേവി ബ്ലൂ വിത്ത് മോ പിങ്ക് ആൻഡ് ഗോൾഡൻ ടിഷ്യൂൻ്റെ പ്രിൻറ്റിംഗ് ഡീറ്റെയിൽ.